അവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഉത്കൃഷ്ടത ഉണ്ടാകണം, അതിൽ മികവ് തെളിയിക്കണം. യോസഫ് അടിമയായിരുന്നു ആ നാട്ടിലെ. പൈസക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്, 20 വെള്ളിക്കാശിന് കൊണ്ടുവന്ന ആളാണ്. ഈ അടിമ പണിക്കാരനെയാണ് എവിടെ കൊണ്ടുപോയത്? ഫറവോന്റെ മുമ്പിൽ കൊണ്ടുപോയി. കാരണം അവനിൽ ഉത്കൃഷ്ടത ഉണ്ടായിരുന്നു. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷത്തോടുകൂടെ ഓരോ വ്യക്തികളുമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരുടെ ഇടയിലേക്കും എല്ലാ മേഖലയിലേക്കും ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക പദ്ധതികളും ദൈവികമായിട്ടുള്ള ആ ഒരു ഓർഡറും ആ ഒരു ക്രമവും ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്, ഈ ഒരു ദിവസം ദൈവത്താലുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പകർന്നു തന്നിരിക്കുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കും. എന്നാൽ അതിന് മുന്നമേ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദുബായിൽ നിന്ന് സുനന്ദ നായരാണ്. താങ്ക് യു സിസ്റ്റർ, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കൊച്ചുമകൻ യദു കൃഷ്ണൻ്റെ 16ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ യദു, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ല ആരോഗ്യമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സാകാൻ വേണ്ടി കർത്താവെ ഞങ്ങൾ അതിന് നന്ദി പറയുന്നു കർത്താവെ. തുടർന്നുള്ള നല്ല മാർക്കോടെ കർത്താവ് അങ്ങ് ചെയ്ത പ്രവൃത്തികൾക്കായി നന്ദി. തുടർന്നുള്ള പഠനവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ, അതുപോലെ മകൾക്കും കുടുംബത്തിനും നല്ല ആരോഗ്യവും രോഗത്തിൽ നിന്നുള്ള സൗഖ്യമുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ്റെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എന്നും കൂടെ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെയാണ് നമ്മുടെ കോഴഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകിച്ച് ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് മെയ് 15 ഫ്രൈഡേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഒന്ന് നോക്കാമോ? എക്സലൻസ് ഇൻ വർക്ക്. പ്രവൃത്തിയിലെ ഉത്കൃഷ്ടത അല്ലെങ്കിൽ ശ്രേഷ്ഠത. ഇപ്പോൾ തന്നെ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ എക്സലൻസ് ഇൻ വർക്ക്, പ്രവൃത്തിയിലെ അല്ലെങ്കിൽ ജോലിയിലെ ഉത്കൃഷ്ടത, ജോലിയിലെ ശ്രേഷ്ഠത ഒന്ന് ടൈപ്പ് ചെയ്യുക. അതാണ് നിങ്ങളുടെ അറ്റൻഡൻസ്. പ്രോവർബ്സ് 22:29, സദൃശവാക്യങ്ങൾ 22:29. Do you see a man skilled in his work? ഒരു പ്രവൃത്തിയിൽ, ജോലിയിൽ നൈപുണ്യമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്നുണ്ടോ? He will stand before kings. അങ്ങനെയുള്ള ഒരാൾ രാജാക്കന്മാരുടെ മുമ്പിൽ പോയി നിൽക്കും. ഡെക്ലറേഷൻ നോക്കുക. എക്സലൻസ് ഡിസ്റ്റിങ്ക്യൂഷസ് മീ ടുഡേ. ഇന്ന് ഉത്കൃഷ്ടതയാണ് എന്നെ വ്യത്യസ്തനാക്കുന്നത്. God uses my skill to open new doors of influence. സ്വാധീനത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കുവാൻ ദൈവം എൻ്റെ കഴിവുകളെ ഉപയോഗിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് ഡയറിയിൽ നോക്കി വായിച്ച് അവിടെയുള്ള ചെറിയ ചതുരങ്ങൾ ടിക്ക് ചെയ്യുക, അതേ പേജിൽ തന്നെ. ഓക്കെ, എക്സലൻസ് ഇൻ വർക്ക്, ജോലിയിലെ ശ്രേഷ്ഠത, ജോലിയിലെ ഉത്കൃഷ്ടത. നമുക്കൊന്ന് നോക്കാം. 4 കാര്യങ്ങൾ പറയാണ് പതിവ് പോലെ. നമ്പർ 1, എക്സലൻസ് ഇസ് സ്കിൽ ഡെവലപ്ഡ് ത്രൂ ഡിസിപ്ലിൻ. അച്ചടക്കത്തിലൂടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതാണ് ഉത്കൃഷ്ടത, ശ്രേഷ്ഠത. അപ്പോൾ അവിടെ ദിവസം തോറും ഡെയിലി ഡിസിപ്ലിനിലൂടെ ഏതെങ്കിലും ഒരു കഴിവ്, ദൈവം തന്നിട്ടുള്ളൊരു കഴിവിനെ വികസിപ്പിച്ചെടുക്കുമ്പോഴാണ് എക്സലൻസ് ഉണ്ടാകുന്നത്. സദൃശവാക്യങ്ങൾ 22:29 പറയുന്നത് എ പേഴ്സൺ സ്കിൽഡ് ഇൻ ദെയർ വർക്ക്. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഒരു ജോലിയിൽ, ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ വളരെ സ്കിൽഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ 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 കഴിവ് വികസിപ്പിച്ചെടുത്ത ഒരാളെക്കുറിച്ചാണ് ഈ വചനത്തിൽ, നമ്മൾ വായിച്ച വചനത്തിൽ പറയുന്നത്. സ്കിൽ ഈസ് റെയർലി ആക്സിഡൻ്റൽ. കഴിവുകൾ എന്ന് പറയുന്ന ഒരിക്കലും ഇങ്ങനെ പൊടുന്നതിനും ഉണ്ടായി വരുന്ന ഒന്നുമല്ല, തന്നെത്താനുളവായി വരുന്ന ഒന്നുമല്ല.
It is refined through learning, practice, correction and persistence. അത് ശരിയായി വരണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് അഭ്യസിച്ച് അതിനെ അത് പ്രാക്ടീസ് ചെയ്ത് പലപ്പോഴും തെറ്റ് വരുത്തുന്നത് വീണ്ടും കറക്റ്റ് ചെയ്ത് അതിൽ തുടർന്ന് വരുമ്പോഴാണ് എക്സലൻസിലേക്ക് വരുന്നത്. അതിന് ഒത്തിരി റിഫൈനിങ് പ്രോസസ്സ് ആവശ്യമാണ്. അങ്ങനെയാണ് സ്കില്ലുണ്ടാകുന്നത്, നൈപുണ്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു ഭയങ്കര സർജനായിട്ട് പേരെടുക്കണമെങ്കിൽ, ഹാർട്ട് സർജനായിട്ടോ വേറെ എന്തെങ്കിലും സർജനായിട്ടോ ഒക്കെ പേരെടുക്കണമെങ്കിൽ എത്ര വർഷം എടുക്കും? അദ്ദേഹം MBBS പഠിച്ചിറങ്ങി വരുമ്പോൾ തന്നെ ഒന്നും നടക്കണമെന്നൊന്നുമില്ല. അതിന് ശേഷം ഒരു PGക്ക് പോയി, ഹൗസ് സർജൻസി ചെയ്തു, ഏതെങ്കിലും ഒരു സർജൻ്റെ കീഴിൽ കുറേ നാൾ വർക്ക് ചെയ്തു, അതിൽ കുറേ കണ്ട് പഠിച്ചു, പിന്നെ കുറേശ്ശെ ചെയ്ത് ഒത്തിരി തെറ്റുകൾ വരുത്തി, എന്നാൽ കറക്റ്റ് ചെയ്ത് റിഫൈൻ ചെയ്ത് വന്നു വരുമ്പോൾ ഈ ഡോക്ടറിൻ്റെ പേര് അങ്ങ് ഫേമസ് ആയി വേൾഡിൽ പല സ്ഥലങ്ങളിൽ എത്തിയിട്ട് ഒത്തിരി റെഫർ ചെയ്ത് പല ഡോക്ടേഴ്സ് റെഫർ ചെയ്ത് ഈ സർജൻ്റെ അടുക്കലെത്തും. അപ്പോൾ ആ സ്കിൽ റെഡിയായി വികസിപ്പിച്ചെടുക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒത്തിരി ലേണിംഗ് പ്രോസസ്സ് ഉണ്ടെന്നാണ് ഈ പറയുന്നത്. എക്ലീസിയാസ്റ്റിസ് 10:10 സഭാപ്രസംഗി 10:10 ഇഫ് ദ ആക്സ് ഇസ് ഡൾ സ്കിൽ ബ്രിങ്സ് സക്സസ്. അവിടെ പറയുന്നുണ്ട്, ഈ ഇരുമ്പായുധം മൂർച്ചയില്ലാതെ പോയാൽ പിന്നെ അതിനെന്തിനു കൊള്ളാം? അധികം ശക്തി ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ മൂർച്ച വരുത്തിയാലോ ഭയങ്കര എളുപ്പമാണ്. ഇതുപോലെ നമ്മുടെ സ്കില്ല്, ഷാർപ്പനിങ് പ്രോസസ്സ്, റിഫൈനിങ് പ്രോസസ്സ്, പ്രിസിഷൻ, അതാണ് ഭയങ്കര ജയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. എത്ര പേർ ആമേൻ പറയും? 2 Timothy chapter 2 verse number 15 നോക്കാമോ? 2 Timotheus 2:15 പ്രസൻറ്റ് യുവർ സെൽഫ് അപ്രൂവ്ഡ്, എ വർക്കർ അൺഅഷെയിംഡ്. നിന്നെ തന്നെ ദൈവത്തിൻ്റെ അംഗീകാരമുള്ളൊരു വ്യക്തിയായി നിന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യുക. കൂടാതെ അതായത് ദൈവത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നവനായിട്ട് നിൽക്കുക. എ വർക്കർ അൺഅഷെയിംഡ്, ലജ്ജിപ്പാൻ വകയില്ലാത്ത ഒരു വേലക്കാരനായി നിൽക്കുക. എന്നുവെച്ച് നാണം കെടേണ്ടി വരില്ല. അതുപോലെ ശുശ്രൂഷകരോട് പറയുക. സദൃശവാക്യങ്ങൾ 27:17 വചനത്തിൽ അയൺ ഷാർപ്പൺസ് അയൺ, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. അപ്പോൾ അവിടെ പറയുന്നതൊരു ഷാർപ്പനിങ് പ്രോസസ്സ്. അത്രയ്ക്ക് കട്ടിങ് എഡ്ജ് എന്നതുപോലെ കൃത്യതയോടെ വെട്ടിമുറിക്കുന്ന, കറക്റ്റായിരിക്കണം. എക്സലൻസ് ഗ്രോസ് വെയർ ലേസിനെസ് ഈസ് റിജക്റ്റഡ്. മടിയും അലസതയും നിരസിക്കുമ്പോൾ മാത്രമാണ് ഉത്കൃഷ്ടത വളർന്നു വരുന്നത്. ഒത്തിരി പേർക്ക് മടിയാണ്, ജോലിക്ക് പോകാൻ മടി, പല കാര്യങ്ങൾ ചെയ്യാൻ മടി. അങ്ങനെ മടി പിടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള മടിയന്മാരാരും ഒന്നിലും എക്സലൻ്റ് ആവില്ല. ശരിയല്ലേ? ഒന്നിലും എക്സലൻ്റ് ആവില്ല. ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം വയലിൻ വായിക്കണം. നേരെ പോയി നല്ലൊരു വയലിൻ, കോസ്റ്റ്ലി വയലിൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. സാധനം മേടിച്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരയ്ക്കും എന്നുള്ളതല്ലാതെ ഒന്നും അറിയില്ല. ഞാനിതുപോലെ പല പ്രാവശ്യം പല ഇൻസ്ട്രുമെൻസൊക്കെ മേടിച്ച് റൂമിൽ കൊണ്ടുവന്ന് വെക്കും, പക്ഷേ പ്രാക്ടീസ് ചെയ്യില്ല. അതിനെ മടി പിടിച്ചിട്ട് നേരെ പോയി വചനം വായിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയായിട്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും ശരിയായ രീതിയിൽ ഞാൻ പഠിച്ചില്ല. ഇന്ന് നയമായി അത് ചെയ്തു. എമി ഒരുവിധം കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ചർച്ചിൽ ഒത്തിരി പേര്, ബ്ലെസ്സിംഗ് ടൂളിൽ ഒത്തിരി പേര് അതിൽ കയറി വന്നു. പക്ഷെ ഞാൻ ചെയ്തില്ല, കാരണം ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. ഇതുപോലെ പലർക്കും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ, പക്ഷെ ഞാൻ വേറെ പല മേഖലകളിലേക്ക് എൻ്റെ ഫോക്കസ് പോയി. അവിടെ പലതിലും ഗ്രോ ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ബ്യൂട്ടി കംസ് ഫ്രം അവേഴ്സ് ഓഫ് ഹിഡൻ പ്രാക്ടീസ്. സൗന്ദര്യം എവിടെ വരുന്നത്? അല്ലെങ്കിൽ എല്ലാവരെയും ത്രില്ലടിപ്പിക്കുന്ന മ്യൂസിക് അല്ലെങ്കിൽ പ്രകടനങ്ങൾ വരുന്നത് എവിടെയാണ്? അനേകം മണിക്കൂറുകൾ ഹിഡൻ പ്രാക്ടീസ്, ആരും കാണാതിരുന്ന് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണത് വരുന്നത്. അത് ഞാൻ വചനത്തിൻ്റെ കാര്യത്തിൽ ചെയ്യും, വേറെ പലതിൻ്റെ കാര്യത്തിൽ ചെയ്യും, ബുക്ക് റൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ചെയ്യും. ആരും കാണാതെ അനേകം മണിക്കൂറുകൾ, ദിവസങ്ങൾ ദൈവസന്നിധിയിലും വാതിലടച്ച് മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചും
ദൈവവചനം ധ്യാനിച്ചും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചും ആ മേഖലയിൽ ഞാൻ ശ്രദ്ധിക്കും. പക്ഷേ ഈ മേഖലയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും ബ്യൂട്ടി കംസ് ഫ്രം അവേഴ്സ് ഓഫ് ഹിഡൻ പ്രാക്ടീസ്. അനേക മണിക്കൂറുകളിലെ ആരും കാണാമറയത്തുള്ള പ്രാക്ടീസിലൂടെയാണ്, പരിശീലനങ്ങളിലൂടെയാണ് ഒരു മനോഹരത്വം പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ സ്കിൽസ് പുറത്തേക്ക് വരുന്നത്. ഗിഫ്റ്റ് മേ ബിഗിൻ ദ ജേർണി, ഡിസിപ്ലിൻ ഡെവലപ്സ് ഇറ്റ്. പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ഗിഫ്റ്റ് മേ ബിഗിൻ ദ ജേർണി. ഒരു കൃപാവരം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ദാനം കിട്ടിയാൽ അത് യാത്ര തുടങ്ങാൻ നല്ലതാണ്. എന്നാൽ ഡിസിപ്ലിൻ, അച്ചടക്കമാണ് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് നേരത്തെ പറഞ്ഞു ഒരു ഗിറ്റാർ മേടിച്ചു കൊടുത്തു, ഗിറ്റാറുമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ യാത്ര തുടങ്ങാം. പക്ഷേ അത് ഡിസിപ്ലിനോടുകൂടി അനേക നാളുകൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. നമ്പർ 2, എക്സലൻസ് ഓണേഴ്സ് ഗാഡ് ഇൻ ഓർഡിനറി ടാസ്ക്സ്. സാധാരണ സംരംഭങ്ങളിൽ, ജോലിയിൽ പോലും ദൈവത്തെ മാനിക്കുന്നതാണ് ശ്രേഷ്ഠത. വലിയ കാര്യങ്ങളല്ല, കൊച്ചു കാര്യങ്ങളിൽ പോലും ദൈവത്തെ സേവിക്കുവാൻ ശ്രേഷ്ഠത ആവശ്യമാണ്. മെനി തിങ്ക് ഓൺലി പബ്ലിക് മിനിസ്ട്രി മാറ്റേഴ്സ്. ഒത്തിരി പേരുടെ ഒരു വലിയ മണ്ടത്തരമാണ്, തെറ്റിദ്ധാരണയാണ്. ഞാനതിനെ ഹോളി ബ്ലണ്ടർ എന്നാണ് വിളിക്കുന്നത്. അതെന്താണ്? പബ്ലിക് മിനിസ്ട്രി, പുറമെ കാണുന്ന ശുശ്രൂഷയാണ് കാര്യം എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ബട്ട് സ്ക്രിപ്ചർ സേയ്സ് whatever you do, do it for the Lord. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത്, ഈ നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിനെന്ന വണ്ണം ചെയ്യുവിൻ. ഞാൻ സാധാരണ ബ്ലെസ്സിങ് ടുഡേയിൽ സ്റ്റാഫിനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തൊക്കെ പറയുന്നൊരു കാര്യമാണ്, ആരും കാണാത്ത കൊച്ചു കാര്യങ്ങളിൽ പോലും വളരെ വൃത്തിയായി ഭംഗിയായും ചെയ്യാൻ പഠിക്കുക. വേറെ ആരും ശ്രദ്ധിക്കുന്നില്ലായിരിക്കാം, എല്ലാവരും കാണുന്നത് പെട്ടെന്ന് കാണുന്ന കാര്യങ്ങൾ. പക്ഷെ പലപ്പോഴും ഞാനിപ്പോൾ ഒരു ഹോളിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ കണ്ണുകളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഒറ്റപ്പോക്ക് പോകും. പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും താളം തെറ്റിയിരിക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. ഓർഡർ തെറ്റിയിരിക്കുന്നത് കണ്ടാൽ പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഒത്തിരി ശ്രദ്ധിക്കാതായി. കാരണം അതെല്ലാം ശ്രദ്ധിച്ച് പ്രയറിലും മറ്റു കാര്യങ്ങളിലും, അല്ലെങ്കിൽ വചന ശുശ്രൂഷയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരുമോ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ചിലതൊക്കെ ഞാൻ വിട്ടുകളെ ഇഗ്നോർ ചെയ്യും. അതർവൈസ് പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ എല്ലായിടങ്ങളിലും എത്താറുണ്ട്. ഇത് പറയാൻ കാരണം, ദൈവത്തെ നാം സന്തോഷിപ്പിക്കണമെങ്കിൽ, പ്രസാദിപ്പിക്കണമെങ്കിൽ കൊച്ചു കാര്യങ്ങളിൽ പോലും ശ്രദ്ധ വേണം. കൊലോസ്യ ലേഖനം 3:23 വർക്ക് അറ്റ് ഇറ്റ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആസ് വർക്കിംഗ് ഫോർ ദ ലോർഡ്. നിങ്ങൾ കർത്താവിനെന്ന വണ്ണം അതിൽ മുഴു ഹൃദയത്തോടെ നിങ്ങളെ ജോലി ചെയ്യാൻ. 1 കൊരിന്ത്യർ 10:31 whatever you do, do it all for the glory of God. ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താലും. മാത്യു 25:21 കാണുന്നത്, വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഇനിയാണ് ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു ഹാൾ ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ ഒരു മീറ്റിംഗ് നടക്കാൻ പോകും, വലിയൊരു മീറ്റിംഗ് നടക്കാൻ പോകും. അവിടെ പ്രസംഗിക്കാൻ വേണ്ടി ഒരു ദൈവദാസൻ സ്റ്റേജിലോട്ട് കയറുന്നു. എല്ലാവരും ശ്രദ്ധാ ശുശ്രൂഷയാണെന്നിരിക്കട്ടെ, പക്ഷേ ഈ വചനപ്രകാരം നിങ്ങൾ എന്ത് ചെയ്താലും, ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എന്ത് ചെയ്താലും. എന്നാൽ ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ്, ജനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ആ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ടെന്നിരിക്കട്ടെ. കുറച്ച് പേര് ഫ്ലോർ ക്ലീൻ ചെയ്യുക, ചെയറൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നു. അതായത് ഈ സ്റ്റേജിൽ നിന്നുള്ള ശുശ്രൂഷ പോലെ തന്നെ ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളതാണ് ആ ഫ്ലോറ്, ആ നിലം നന്നായി വൃത്തിയാക്കുന്നത്. കാരണം അതും ഇതും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ. നിങ്ങൾ എന്ത് ചെയ്താൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ. ഇതറിയാമായിരുന്നെങ്കിൽ, സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ദൈവദാസനെ പോലെ തന്നെ എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് തുടച്ചേനെ. ഇതിപ്പോൾ ഒരു തരം ഓടിച്ച് തുടച്ച് ഞാനങ്ങ് പോയി. അങ്ങനെ ചെയ്യരുത്. വചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്, ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ വോളണ്ടിയേഴ്സായി, അഷേഴ്സായി, ഡോർ കീപ്പേഴ്സായി, ഗ്രീറ്റേഴ്സായി നിൽക്കുന്നവർ തുടങ്ങി
ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. അവിടെ കൗണ്ടറിലിരിക്കുന്നവരുണ്ടായിരിക്കും, പാർക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നവർ കാണും. ഇവരെല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഏത് ജോലി ചെയ്യുന്നവരും വളരെ കൃത്യതയോടെ ചെയ്യണം. കാരണം മാർക്കിടുന്നത് ഇവിടെയല്ല, അവിടെയാണ്. ദൈവമാണിത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ തുടങ്ങിയത് സ്റ്റേജിലല്ല. എൻ്റെ ജീവിതം തുടങ്ങുന്നത് ആരും കാണാതെ ഇതുപോലെ തറ തൂക്കുക, പായ വിരിക്കുക, സാധനങ്ങൾ എടുത്തു വയ്ക്കുക, കസേരയിടുക, ഇങ്ങനെയുള്ള ക്ലീനിങ്ങും അറേഞ്ച്മെൻറ്റ്സിലുമാണ് എൻ്റെ ശുശ്രൂഷ തുടങ്ങിയത്. മയക്കം പിടിച്ചുകൊണ്ടല്ല ഞാൻ ജനിച്ചത്. അല്ലെങ്കിൽ ഇതൊക്കെ എന്നാ വന്നേ. അപ്പോൾ ഇതുപോലുള്ള ശ്രദ്ധ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ കാണിക്കണമെന്നാണ് ഈ പറയുന്നത്. ചില പള്ളികളുടെയും ചില കെട്ടിടങ്ങളുടെയൊക്കെ മുകളിൽ സ്റ്റെയിൻഡ് ഗ്ലാസിൻ്റെ ഒക്കെ വിൻഡോ കാണും. നല്ല രസമാണ് കാണാൻ, ബ്യൂട്ടിഫുൾ. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് കണ്ട ആളുകൾ ഫോട്ടോ എടുക്കും, അതിൻ്റെ ബ്യൂട്ടി നുകരും. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിനെ പിടിച്ചു നിർത്തുന്ന ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിൻ്റെ അധികം കാണുന്ന പോലും ഇല്ല. ദൂരം നോക്കുമ്പോൾ ഫ്രെയിമേ കാണുന്നില്ല, നമ്മൾ ഗ്ലാസ് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷെ ആ ഫ്രെയിം ഇല്ലെങ്കിൽ അത് അവിടെ നിൽക്കുമോ? അതിൽ പോലും ഭയങ്കര, അതായത് ബ്യൂട്ടിയെ നിലനിർത്തുന്നത് വളരെ സ്റ്റേഡിയായ സ്ട്രോങ് ആയ ഫ്രെയിമുകളാണ്. ഇൻ അതർ വേർഡ്സ്, അൺസീൻ എക്സലൻസ് സപ്പോർട്ട്സ് വിസിബിൾ ബ്യൂട്ടി. ദൃശ്യമായ മനോഹാരിതയെ പിന്തുണയ്ക്കുന്നത് കാണാത്ത ഉത്കൃഷ്ടതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവർ ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത ആ കാര്യങ്ങളിലാണ് ദൈവം ക്വാളിറ്റി നോക്കുന്നത്, അതല്ലാതെ എല്ലാവരും കാണുന്ന കാര്യങ്ങളിലല്ല. നമ്പർ 3, എക്സലൻസ് ക്രിയേറ്റ്സ് ക്രെഡിബിലിറ്റി ആൻഡ് ഓപ്പൺസ് ഡോഴ്സ്. ഉത്കൃഷ്ടത വിശ്വസനീയതയെയും അതുപോലെ തുറക്കപ്പെടുന്ന വാതിലുകളെയും സൃഷ്ടിക്കുകയാണ്. കാരണം അവിടെ പറയുന്നുണ്ട്, ഹി വിൽ സ്റ്റാൻഡ് ബിഫോർ കിങ്സ്. അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും. ആര്? നല്ല നൈപുണ്യമുള്ള കഴിവുകളുള്ള ഒരുത്തനെ രാജാക്കന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തും. ഇപ്പോൾ ഒരു രാജാവ് കൊട്ടാരത്തിൽ കുറച്ച് പണിക്കാർ വേണമെന്നിരിക്കട്ടെ, ആരെയായിരിക്കും റിക്രൂട്ട് ചെയ്യുക? ആ രാജ്യത്തുള്ള ഏറ്റവും ടോപ്പ് പണിക്കാരായിരിക്കും. അല്ലാതെ മടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരുത്തനെ ആരെങ്കിലും രാജകൊട്ടാരത്തിലേക്ക് വിളിക്കും. അപ്പോൾ ഉടൻ തന്നെ അന്വേഷണം പോകും, രാജ്യത്തെ ഏറ്റവും ടോപ്പ് കാർപ്പൻറ്റേഴ്സ് ആരാണ്, ബിൽഡേഴ്സ് ആരാണ്, സ്വർണ്ണ പണിക്കാരാരാണ്, അവരെ കൊണ്ടുവരാൻ പറയും. എക്സലൻസ് ഓഫ്റ്റൻ ബിക്കംസ് ദ ലാംഗ്വേജ് ഓപ്പർച്യൂണിറ്റി അണ്ടർസ്റ്റാൻഡ്സ്. അവസരങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഉത്കൃഷ്ടതയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് അവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഉത്കൃഷ്ടത ഉണ്ടാകണം, അതിൽ മികവ് തെളിയിക്കണം. ജോസഫ്സ് ഡിലിജൻസ് ബ്രോട്ട് ഹിം ബിഫോർ ഫാരോ. യോസഫ് അടിമയായിരുന്ന ആ നാട്ടിലെ, അല്ലേ, പൈസക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്, 20 വെള്ളിക്കാശിന് കൊണ്ടുവന്ന ആളാണ്. ഈ അടിമ പണിക്കാരനെയാണ് എവിടെ കൊണ്ടുപോയത്? ഫറവോൻ്റെ മുമ്പിൽ കൊണ്ടുപോയി. കാരണം അവനിൽ ഉത്കൃഷ്ടത ഉണ്ടായിരുന്നു. ഡാനിയൽ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ബ്രോട്ട് ഹിം ബിഫോർ കിങ്സ്. ദാനിയേൽ ഇതുപോലെ തന്നെ അവൻ ഉത്കൃഷ്ടമാനസനായിരുന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന മലയാളം പരിഭാഷ. പക്ഷേ ദ സ്പിരിറ്റ് ഓഫ് എക്സലൻസ് വാസ് അപ്പോൺ ഹിം എന്നാണ് ഇംഗ്ലീഷിൽ. എന്ന് വെച്ചാൽ ഉത്കൃഷ്ടതയുടെ ആത്മാവ് അവൻ്റെ മേൽ അധിവസിച്ചിരുന്നു. അതാരാ? പരിശുദ്ധാത്മാവ്. പക്ഷേ അതവനെ കൊണ്ടുപോയി എത്തിച്ചത് രാജാക്കന്മാരുടെ മുമ്പിലാണ്. തൻ്റെ ആയുസ്സിൽ, ഞാൻ കൃത്യം ഓർക്കുന്നില്ല, 4 or 5 രാജാക്കന്മാരെ അവൻ സെർവ് ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 41-39 മുതൽ 41 വരെ വായിക്കുമ്പോഴാണ് ജോസഫ് പ്രൊമോട്ടഡ് ബിക്കോസ് ഓഫ് വിസ്ഡം. ജ്ഞാനം തെളിയിച്ചതുകൊണ്ട് ജോസഫിന് പ്രൊമോഷൻ കിട്ടി. ഡാനിയൽ 6:3 ഡാനിയൽ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ഹിംസെൽഫ് ബൈ എക്സെപ്ഷണൽ ക്വാളിറ്റീസ്. ദാനിയേൽ മറ്റുള്ളവരെക്കാൾ അതിശ്രേഷ്ഠമായ ചില ഗുണഗണങ്ങൾ തനിക്കുണ്ടായിരുന്നത് കൊണ്ട് മറ്റുള്ള എല്ലാവരെക്കാളും അവൻ ശ്രേഷ്ഠനായിരുന്നു. ലൂക്കോസ് 16:10 അത്യല്പത്തിലെ വിശ്വസ്തത കൂടെ ഞാൻ പറയാറുണ്ട്. ഡോഴ്സ് ഓഫ്റ്റൻ ഓപ്പൺ ക്വയറ്റ്ലി ടു പീപ്പിൾ ഹു ഹാവ് പ്രിപ്പേർഡ് കൺസിസ്റ്റൻ്റ്ലി. അതായത് സ്ഥിരതയോടെ തയ്യാറെടുത്ത് ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി ശാന്തമായി
ഡോറുകൾ തുറന്നു വരും. ഒരു ഡോറ് തുറക്കാനായിട്ടൊരു കീ വേണമല്ലോ. ആ കീയുടെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, അത് ആ ഓരോ ഗ്രൂവും അതിൻ്റെ ടീത്ത് വളരെ പ്രിസിഷനോടുകൂടെ ആണ് അത് കട്ട് ചെയ്യുന്നത്. എവിടെയെങ്കിലും ഒരു 1/2 മില്ലിമീറ്റർ എവിടെയെങ്കിലും പൊങ്ങി നിന്നാൽ അത് തിരിയില്ല. അത്രയ്ക്ക് പ്രിസിഷൻ ആവശ്യമാണ്. അതായത് സ്മോൾ ഇനാക്യുറസീസ് കീപ് ഡോഴ്സ് ക്ലോസ്ഡ്. കൊച്ചു തെറ്റുകൾ പോലും, കൃത്യതയില്ലായ്മ പോലും ഡോറ് അടഞ്ഞിടക്കാൻ ഒരു കാരണമായി മാറും. ഡോറ് തുറക്കണമെങ്കിൽ പ്രിസിഷൻ ആവശ്യമാണ്, സ്കിൽ ആവശ്യമാണ്. പ്രിസിഷൻ ഓപ്പൺസ് ആക്സസ്. പ്രവേശനം നൽകുന്നത് കൃത്യതയാണ്. 4-ാമത്തേത് നോക്കാം. എക്സലൻസ് മസ്റ്റ് ബി ജോയിൻഡ് ടു ക്യാരക്ടർ. വലിയ കഴിവ് മാത്രം ഉണ്ടായാൽ പോരാ, സ്വഭാവശ്രേഷ്ഠതയും ആവശ്യമാണ്. ഉത്കൃഷ്ടതയും സ്വഭാവശ്രേഷ്ഠതയും ഒരുമിച്ച് വരണം. സോ സ്കിൽ വിത്തൗട്ട് ഇൻറ്റഗ്രിറ്റി ബിക്കംസ് ഡേഞ്ചറസ്. ചില ആളുകളുണ്ട് ഭയങ്കര സ്കില്ലാണ്, പക്ഷെ ഇൻറ്റഗ്രിറ്റി ഇല്ല. അവർ വളരെ അപകടകാരികളാണ്. അവരാണ് സമൂഹത്തിന് ഭയങ്കര ദോഷം ചെയ്യുന്ന മോഷ്ടാക്കളും ഒക്കെ ആയിട്ട് മാറുന്നത്. ടാലൻറ്റ് വിത്തൗട്ട് ഹ്യൂമിലിറ്റി ബിക്കംസ് അൺസ്റ്റേബിൾ. കഴിവുണ്ട്, പക്ഷേ താഴ്മയില്ലെങ്കിൽ അവർ അസ്ഥിരന്മാരായി മാറാൻ സാധ്യതയുണ്ട്. സദൃശവാക്യങ്ങൾ 11:3 ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദി അപ്രൈറ്റ് ഗൈഡ്സ് ദം. ഒരു നീതിമാനായി നല്ല രീതിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ അവൻ്റെ അകത്തുള്ള ഇൻറ്റഗ്രിറ്റിയാണ് അവനെ നയിക്കുന്നത്. Psalm 78:72 നോക്കുമ്പോൾ ഡേവിഡ് ഷെപ്പേർഡഡ് ദം വിത്ത് ഇൻറ്റഗ്രിറ്റി ആൻഡ് സ്കിൽഫുൾ ഹാൻഡ്സ്. ദാവീദ് അവരെ അഥവാ ഇടയപരിപാലനം ചെയ്തു. എങ്ങനെയാണ്? പരമാർത്ഥ ഹൃദയത്തോടെയും നല്ല കഴിവുള്ള കൈകളിലൂടെയും. തീത്തോസിൻ്റെ ലേഖനം 2:7 ഷോ ഇൻറ്റഗ്രിറ്റി ആൻഡ് സീരിയസ്നെസ്. ഹൃദയപരമാർത്ഥതയും അതിൻ്റെതായ കാര്യഗൗരവവും കാണിക്കാനായിട്ട് പറയുന്നു. ഗോഡ് വാല്യൂസ് ബോത്ത് ക്ലീൻ ഹാൻഡ്സ് ആൻഡ് കേപ്പബിൾ ഹാൻഡ്സ്. വളരെ വൃത്തിയുള്ള കൈകളെയും കഴിവുള്ള കൈകളെയും, രണ്ടും ചേർന്ന് വൃത്തിയും കഴിവുമുള്ള കൈകളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു എൻജിൻ ഉള്ള ഒരു ട്രക്ക്, പക്ഷെ അതിന് സ്റ്റിയറിംഗ് വീലില്ല. എന്ത് സംഭവിക്കും? പവർഫുൾ എൻജിൻ ഓണാക്കി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ ഇല്ലാത്തത് കൊണ്ട് അതൊരൊറ്റ പാച്ചിലിൽ പോയി എവിടെ ഇടിച്ച് കയറി ആരെയൊക്കെ കൊല്ലും, എന്തൊക്കെ തകർക്കും നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടൊരു സ്റ്റിയറിംഗ് ആവശ്യമാണ്. എന്ന് വെച്ചാൽ അതിനെ കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം. ശക്തി മാത്രം പോരാ, കഴിവ് മാത്രം പോരാ, നൈപുണ്യം മാത്രം പോരാ, അതിനെ നിയന്ത്രിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പവർ നീഡ്സ് ഡയറക്ഷൻ. ശക്തി ഉണ്ടോ, അതിന് ഒരു ഡയറക്ഷൻ ആവശ്യമാണ്. അതിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. എക്സലൻസ് റീച്ചസ് ഹയർ വെൻ ആങ്കർഡ് ഇൻ ക്യാരക്ടർ. ഉത്കൃഷ്ടത ഏറ്റവും ഉയരങ്ങളിൽ എത്തുന്നത് സ്വഭാവശ്രേഷ്ഠത കൂടെ ചേർന്ന് വരുമ്പോഴാണ്. കഴിവുള്ളൊരു മനുഷ്യന് സ്വഭാവം കൂടി നല്ലതായിരിക്കണം, എങ്കിൽ മാത്രമേ സമൂഹത്തിന് പ്രയോജനപ്പെടാൻ കഴിയൂ. സോ നമ്മളിന്ന് ദൈവസന്നിധിയിൽ ചിന്തിച്ചത് എന്തിനെക്കുറിച്ചാണ്? എക്സലൻസ് ഇൻ വർക്ക്. നമ്മൾ ചെയ്യുന്ന അത് വീട്ടുജോലിയാകാം, നാട്ടുജോലിയാകാം, സർക്കാർ ജോലിയാകാം, ബിസിനസ്സാകാം, ശുശ്രൂഷയാകാം, ഫ്രീലാൻസറാകാം, ഏത് ജോലിയിലും ഒരു എക്സലൻസ് കാണിക്കാൻ നമ്മൾ തയ്യാറായാൽ വാതിലുകൾ തുറക്കും. വലിയ ഭരണാധിപന്മാരുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിലൊക്കെ കൊണ്ടുപോകും. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ഇത് കേട്ട് എല്ലാവർക്കും ഈ ജോലിയിൽ അല്ലെങ്കിൽ വർക്കിലുള്ള എക്സലൻസ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കൂടാതെ കർത്താവെ, രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കഴുത്തിന് പ്രയാസമുണ്ടായിട്ട് കോളർ ധരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. കഴുത്തിൻ്റെയും ഈ ഷോൾഡറിൻ്റെയൊക്കെ തേയ്മാനം പോലെ, മുട്ടുകാലിൻ്റെ തേയ്മാനം, ഇതിലെല്ലാത്തിനും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ളത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കരളിലുള്ള വീക്കം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള നീർക്കെട്ടുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കൈകൾ നീട്ടിപ്പിടിക്കാമോ? കർത്താവ് ഇവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആവശ്യങ്ങൾ എന്തായാലും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ തന്നെ അതിന് വിടുതലുണ്ടാകട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ.
സോ ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.